വാഹന അപകടങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് AIYFന്റെ പടിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് എടതിരിഞ്ഞിയിൽ ഒരു വഴിതടയൽ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ സംസ്ഥാനത്തെ വഴിയോരങ്ങളിൽ വിനോദസഞ്ചാര യാത്രയ്ക്ക് പോകുന്നവരും അത്യാവശ്യം വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുമായ നിരപരാധികളായ മനുഷ്യർ വാഹനങ്ങളുടെ അമിത വേഗത്തിന് അടിമപ്പെട്ട് മരണപ്പെടുന്ന ഒരു സംഭവവികാസം കേരള സംസ്ഥാനത്ത് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡ് വികസനത്തിനുൾപ്പെടെ ഇപ്പോൾ പോട്ട 3 പടിയ ഹൈവേ റോഡിന് 1.5 ലക്ഷം കോടി രൂപയുടെ ഒരു വികസന ഫണ്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റോഡ് വികസനം യാഥാർത്ഥ്യമാകുമ്പോൾ വാഹനങ്ങളുടെ വേഗത അതിവേഗം വർദ്ധിച്ചു വരികയാണ്. മനുഷ്യന് സമാനമായ വാഹനങ്ങൾ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഭരണ സംവിധാനം, പോലീസ് സംവിധാനം ഉൾപ്പെടെ ഈ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് ടൂ വീലർ യാത്രക്കാരെ മാത്രം പിടിക്കാൻ ജാഗ്രത കാണിക്കുന്ന പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അമിത വേഗതയിൽ പായുന്ന വാഹനങ്ങളെ കണ്ടുപിടിക്കാൻ അവർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കാനുള്ള നിയമനിർമ്മാണം ഈ സംസ്ഥാനത്ത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുകയാണ്. വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെടുന്ന നിരപരാധികൾക്ക് എതിരെയാണ് ഇവിടെ പലപ്പോഴും കേസുകൾ ചുമത്തപ്പെടുന്നത്. വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് പലപ്പോഴും ഭരണകൂടങ്ങൾ കേസെടുക്കുന്നത്. 2 വർഷം കഴിയുമ്പോഴേക്കും കേസ് മോചിതനായി വീണ്ടും അടുത്ത വഴിയാത്രക്കാരന്റെ മേത്തേക്ക് വാഹനം ഇടിച്ചു കയറുന്ന സംവിധാനമാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഇത്തരം രീതിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിന് AIYF നേതൃത്വം കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സൂചനാ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ റോഡിൽ ഇനിയൊരു വാഹനാപകടമുണ്ടായാൽ അനിശ്ചിത കാലത്തേക്ക് ഈ റോഡ് പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസല്ല, കേന്ദ്രത്തിലെ പട്ടാളം വന്നാൽ പോലും ഈ നാട്ടിൽ വാഹനാപകടങ്ങളിൽ ഒരു മനുഷ്യനെ പോലും അരിങ്കൊല ചെയ്യാൻ AIYF അനുവദിക്കില്ല എന്നതിന്റെ സൂചനയാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പോലീസിനുള്ളതാക്കിയതാണ്, ഇത് വാഹന ഉടമകൾക്കുള്ളതാക്കിയതാണ്, ഇത് ഡ്രൈവർമാർക്കെതിരുള്ളതാക്കിയതാണ്, ഇത് പൊതുജനങ്ങൾക്ക് മുമ്പുള്ള അവരെ സംരക്ഷിക്കുവാനുള്ള, വഴിയാത്രക്കാരെ സംരക്ഷിക്കാനുള്ള സമരത്തിന്റെ ഭാഗമാണ്. ഈ സമരം ഔപചാരികമായി ഇവിടെ AIYF നടത്തിയിരിക്കുകയാണ്. ഇത് വരും നാളുകളിൽ ഈ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ AIYF തീരുമാനിച്ചതായി AIYFന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലയ്ക്ക് ബഹുജന സമക്ഷം അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു.